കൊടിയേറ്റം കാണാം. പ്രേക്ഷകരെ, കലകലക്കൻ പൂരം വടക്കനാഥന്റെ നാട്ടിൽ അങ്ങ് തൃശ്ശൂരിൽ പുരോഗമിക്കുകയാണ്. സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കേട്ടോ. 739 പോയിന്റുകൾ നേടി കണ്ണൂരാണ് നിലവിൽ ഒന്നാമത്. കോഴിക്കോടും തൃശ്ശൂരും ഒപ്പത്തിനൊപ്പം മുന്നേറുകയാണ്. 728 പോയിന്റ് കോഴിക്കോടിനും 726 പോയിന്റ് ആതിഥേയ ജില്ലയായ തൃശ്ശൂരിനുമുണ്ട്. കണ്ണൂരിന് ഒരു 10 പോയിന്റ് 11 പോയിന്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. എന്തും സംഭവിക്കാം. സംഘനൃത്തം, ഭാരതനാട്യം, നാടകം തുടങ്ങി 60 മത്സര ഇനങ്ങളാണ് ഇനി അരങ്ങിലെത്തുക. അതിൽ ഏറെ പോപ്പുലറായ ജനകീയമായ കലാരൂപങ്ങളുണ്ട്. സംഘനൃത്തമൊക്കെ കാണാൻ നല്ല തിരക്കായിരിക്കും. ആദ്യമായി ഓൺലൈനായി ഇന്ന് കലോത്സവത്തിൽ ഒരു മത്സരാർത്ഥി പങ്കെടുക്കും എന്ന പ്രത്യേകത കൂടിയുണ്ട്. അത് ഈ കലോത്സവത്തിന്റെ സാമൂഹിക നീതിയുടെ പാഠം കൂടിയാണ്. അറബിക് കലോത്സവം ഹൈസ്കൂൾ വിഭാഗം പോസ്റ്റർ ഡിസൈനിങ്ങിൽ കാസർഗോഡ് പഠന സ്കൂളിലെ സിയ ഓൺലൈൻ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. സിയ ഓൺലൈനായിട്ട് മത്സരിക്കും. രക്തക്കുഴലുകളെ ബാധിക്കുന്ന വാസ്കുലൈറ്റിസ് എന്ന രോഗമാണ് സിയയ്ക്ക്. ഈ കൊല്ലം കാസർഗോഡ് ജില്ലയിൽ മികച്ച പ്രകടനം നടത്തി കലോത്സവത്തിൽ പങ്കെടുക്കാൻ തയ്യാറെടുത്തിരിക്കുമ്പോഴാണ് ഈ വാസ്കുലൈറ്റിസ് എന്ന രോഗബാധ തിരിച്ചറിയുന്നത്. അതിനെ തുടർന്ന് സിയയ്ക്ക് നേരിട്ടെത്തി മത്സരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. നേരിട്ടെത്തി മത്സരിക്കുന്നത് ആരോഗ്യത്തെ ബാധിക്കും. അത് ഗുരുതരമായ ഒരു അസുഖമായതുകൊണ്ട് ഇപ്പോൾ പരിചരണം ആവശ്യമുണ്ട്. നല്ല വേദനയുണ്ട് സിയയ്ക്ക്. ആ വേദനയ്ക്കിടയ്ക്കിലും വേദനയ്ക്ക് ഇടയിലും ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് വാസ്കുലൈറ്റിസ് രോഗബാധിതയായ സിയ ഇന്ന് മത്സരിക്കാൻ പോകുന്നു. ഓൺലൈനായിട്ട് ഈ കുഞ്ഞിന് മത്സരിക്കാനുള്ള ഒരു അവസരമൊരുക്കി കൊടുത്തത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. നമുക്കിപ്പം VS രഞ്ജിത്തുണ്ട്, ജെയ്സൺ ചാമോളപ്പിലുണ്ട്. നമ്മുടെ കലോത്സവ ടീം ഇവരുടെ നേതൃത്വത്തിൽ തത്സമയം ചേരും. തൃശ്ശൂർ മാർക്കറ്റിൽ നിന്ന് അർജുൻ കല്യാടും ഉണ്ട്. കലോത്സവം നടക്കുമ്പോൾ അർജുൻ കല്യാട് എന്തിനാണോ എന്തോ മാർക്കറ്റിൽ പോയത്. നമുക്കൊപ്പം VSഉം ഒപ്പം ജെയ്സണും ഉണ്ട്. ആദ്യം VSിലേക്കും ജെയ്സണിലേക്കും വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. തൃശ്ശൂർ പോയപ്പോൾ ആകെ കളറായല്ലോ ഗിടി. നിങ്ങൾ ചുള്ളനായിട്ടുണ്ട് കേട്ടോ VS രഞ്ജിത്ത്. ഒപ്പം ഷഹദും ജെയ്സൺ ചുള്ളന്മാരും ചുള്ളികളും ഗംഭീര പ്രകടനമാണ്. ഇന്നലെയൊക്കെ നല്ല സ്റ്റോറികൾ കണ്ടു. ഇന്നലെ കഥകളിയുടെയൊക്കെ ആ സ്റ്റോറിയൊക്കെ കണ്ട് യഥാർത്ഥത്തിൽ നമുക്കൊരാവേശമായി. ജെൻസി പിള്ളേരുടെ രാഷ്ട്രീയമൊക്കെ കണ്ട് ഗംഭീര സ്റ്റോറികളാണ് കലോത്സവ വേദിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭാവന അടുത്തുണ്ടോ? ഭാവനയ്ക്ക് ഒരു കൺഗ്രാറ്റുലേഷൻസ് പറയും. നല്ല സ്റ്റോറി ആയിരുന്നു അത്. ഒരുപാട് പേര് ശ്രദ്ധിച്ചു. ഭാവനയുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഭാവനയുടെ കഥകളി സ്റ്റോറിക്ക് കൺഗ്രാറ്റുലേഷൻസ്. ഒരുപാട് അഭിപ്രായം വരുന്നുണ്ട്. ചൈതന്യ, റോഷ്നി, നമ്മൾ കഥകളിയുടെ ഒരു സ്റ്റോറി എടുക്കാനായിട്ടാണ് പോയത്. 2 ഇരട്ട കുട്ടികൾ അവിടെ എത്തിക്കഴിഞ്ഞു. അവരുടെ ഒരു രസകരമായിട്ടുള്ള ഒരു സ്റ്റോറി എടുക്കാൻ വേണ്ടിയായിരുന്നു പോയത്. പക്ഷെ അവിടെ ചെന്ന് സംസാരിച്ച സമയത്ത് കുട്ടികൾ പറഞ്ഞു, ഞാൻ സ്കിറ്റും ചെയ്യാറുണ്ട്, ഞങ്ങൾ തന്നെ എഴുതിയ സ്കിറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ചുകൂടി സംസാരിച്ച് വന്നപ്പോഴാണ് ഇവർക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ള കുട്ടികളാണ്. ജെൻസി കുട്ടികൾ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് രാഷ്ട്രീയ ബോധ്യം ഇല്ല എന്നൊരു പറച്ചിലുണ്ട്. അപ്പം ആ കാര്യങ്ങളെല്ലാം കൃത്യമായി അവർ പറയുന്നത് കേട്ടപ്പോഴാണ് കലയ്ക്ക് മതമില്ല എന്ന് കൃത്യമായിട്ടൊരു സ്റ്റേറ്റ്മെന്റും അവർ ഉമ്മ വെക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴാണ് സ്റ്റോറി ഒന്ന് മാറ്റി പിടിക്കുക, എങ്ങനെയല്ല ഇത് പോകേണ്ടത്. കലാമണ്ഡല ഹൈദരാലി പാടി രംഗത്ത് എത്രയോ കഥാപാത്രങ്ങൾ ആടിയ നാടാണ്. വരട്ടെ പിള്ളേര്.